എടാ ഷിൻചാനെ, നിനക്കൊന്നൊരു കാര്യം അറിയോ? നമ്മുടെ മോട്ടുപട്ലൂല്ലേ, അവരിന്ന് നമ്മുടെ സിറ്റിയിൽ വരുന്നുണ്ട്. ഏ ഏത് മറ്റേ ഫുർഫുറി നഗറിലുള്ള മോട്ടുപട്ലുവാ? അവർ ശരിക്കും നമ്മുടെ സിറ്റിയിൽ വരണ്ട? അണ്ണൻ കാര്യമായിട്ട് പറയണേ? ആടാ ഷിൻചാനെ, ഞാൻ കാര്യമായിട്ട് പറയണേ. ഇന്ന് രാവിലെ മോട്ടുപട്ലു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞേ ഇന്നെൻ്റെ സിറ്റിയിൽ വരുന്നുണ്ടെന്ന്. ഞാൻ പിന്നെ അവർക്ക് വണ്ടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുണ്ടില്ലേ, ഇതാണ് പട്ലുവിൻ്റെ വണ്ടി. മോട്ടുവിന് വണ്ടിയൊക്കെ ഉണ്ട്. മോട്ടുവിൻ്റെ വണ്ടി പക്ഷേ റെഡി ആയില്ല. അതിപ്പോഴും ഷോറൂമിലേക്ക് എടുക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് പോയിട്ട് എടുക്കണം. അല്ല ജാക്കണ്ണ, ഇത് വണ്ടിയാണോ? കണ്ടിട്ട് പട്ലുവിന്റെ സ്റ്റാച്ചു പോലെ തോന്നണേ. ഇത് ശരിക്കും വണ്ടിയാ? ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ആടാ ഷിൻചാനെ, അതിനിപ്പോൾ എന്താ, ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. ഈ വണ്ടിയിൽ പിന്നെ ഒരു സീറ്റുള്ളൂ. ഒരാൾക്ക് മാത്രമേ ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എടാ ഷിൻചാനെ, ഇത് കണ്ടില്ലേ, ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാനും പറ്റും. ഡ്രിഫ്റ്റ് ചെയ്യാനും നല്ല രസമുണ്ട്. എടാ ഷിൻചാനെ, എങ്ങനെയുണ്ട്? നൈസായില്ലേ? ആ ജാക്കണ്ണ, ഈ വണ്ടി നൈസായിണ്ട്, ഒരു രക്ഷയില്ല. അല്ല, മോട്ടുപട്ലു എവിടെയാ? അവരെങ്ങനെ വരണേ? പ്ലെയിനിലാ ട്രെയിനിലാ? അതെനിക്കറിയില്ല. ഒരു മിനിറ്റ്, മോട്ടു വിളിക്കണ്ടല്ലോ. എടാ മോട്ടു, നീ എവിടെയാ? ഫുർഫുറി നഗർന്ന് ഇറങ്ങിയാ? എങ്ങനെയാ വരണേ? പ്ലെയിനിലാ ട്രെയിനിലാ? നമ്മൾ ട്രെയിനിലാണ് വരണേ. പ്ലെയിനിലൊക്കെ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ട് ട്രെയിനിൽ വരാൻ തീരുമാനിച്ചു. എടാ ജാക്കേ, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ സിറ്റിയിലേക്ക് വരാനേ എന്തായാലും ഒരു 2 മണിക്കൂർ എടുക്കും. എത്താറാവുമ്പോഴേ ഞാൻ നിന്നെ വിളിക്കാം. അന്നേരം പിക്ക് ചെയ്യാൻ വന്നോളൂ. ആടാ മോട്ടുവാ, എത്താറാകുമ്പോൾ വിളിക്ക്, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. എടാ ഷിൻചാനെ, ഇവിടെ ഇപ്പോൾ മോട്ടു വിളിച്ചേക്കാ. അവർ ഫുർഫുറി നഗർന്ന് ഇറങ്ങി. നമുക്കിനി അവരെ പിക്ക് ചെയ്യാൻ പോണം. അല്ല ജാക്കണ്ണ, അതിന് ഇപ്പൊ തന്നെ പോണാ? അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് 2 മണിക്കൂർ എടുക്കില്ലേ? അതിന് ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോണാ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? എടാ ഷിൻചാനെ, ഞാനതിന് അവരെ പിക്ക് ചെയ്യാനല്ല പോണേ. എടാ, നീ നേരത്തെ ആ പട്ലുവിൻ്റെ കാറ് ഉണ്ടില്ലേ, അതേപോലത്തെ ഒരു കാറ് മോട്ടുവിനും ഉണ്ട്. നേരത്തെ പക്ഷേ മോട്ടുവിൻ്റെ കാറില്ലേ, അത് റെഡി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കാറ് റെഡി ഉണ്ടാവും, ഷോറൂമിലുണ്ടാവും. നമുക്കപ്പോൾ ഷോറൂമിൽ പോവാം. എന്നിട്ട് ആ കാറങ്ങ് ഡെലിവറി എടുക്കാം. അവിടെ പിന്നെ ഷോറൂമിൻ്റെ മാനേജർ നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളോട് സംസാരിക്കാം. ഹലോ ചേട്ടാ, എന്തായി? ആ മോട്ടുവിൻ്റെ കാറ് റെഡി ചെയ്യാ? ആടെ ജാക്കേ, ആ മോട്ടുവിൻ്റെ കാറ് റെഡി. അത് ഈ ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. എടാ ജാക്കേ, നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്. നമുക്ക് ഒരു 12 ലക്ഷം തന്നേക്ക്. എന്നിട്ട് ആ കാറങ്ങ് എടുത്തോണ്ട് പൊക്കോ. എന്തുട്ട് 12 ലക്ഷ? ചേട്ടാ, എന്തായി പറയണ്? നിങ്ങളല്ലേ പറഞ്ഞേ ആ കാറിന് 5 ലക്ഷം ഉള്ളൂന്ന്? പിന്നെ തന്നെ റേറ്റ് കൂട്ടിയേ? അത് നമ്മുടെ ഇഷ്ടം. നമ്മൾ തോന്നുമ്പോൾ റേറ്റ് കൂട്ടും, തോന്നുമ്പോൾ റേറ്റ് കുറയ്ക്കും. അതിനിപ്പോൾ നിനക്കെന്താ? അതെ, നിനക്ക് വേണമെങ്കിൽ മതി. വേണമെങ്കിൽ പൈസ തന്ന് ആ വണ്ടി എടുത്തോണ്ട് പൊക്കോ. അയി ശരി, തോന്നിയ പോലെ പൈസ മേടിക്കേ. അതെ, നിങ്ങൾ വെറുതെ ശരിയാവില്ല. നിങ്ങൾ ഫ്രോഡാണ്. എന്നോട് നേരത്തെ 5 ലക്ഷമാണ് പറഞ്ഞേ, എന്നിട്ട് ഇപ്പോൾ 12 ലക്ഷം മേടിക്കണു. നിങ്ങൾ വെറുതെ ശരിയാവില്ല. നിങ്ങൾ എന്നെ പറ്റിക്കാറായില്ലേ? നിങ്ങൾക്കറിയില്ല, ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാണ്. ഒരു ഗ്യാങ്സ്റ്ററിനെ പറ്റിക്കാറായില്ലേ? ചാവട അങ്ങോട്ട്, ചാവ്. ദേ കിടക്കണം അവിടെ, എന്നെ പറ്റിക്കാൻ വന്നേക്കണ്. അയ്യോ ജാക്കണ്ണ, ഇത് നോക്കിയേ, ഇങ്ങോട്ടേക്ക് പോലീസ് വന്നേക്കാ. ഇവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എടാ ഷിൻചാനെ, നീ അവരായിട്ട് ഫൈറ്റ് ചെയ്യണ്ട. ഇവരുടെ കാര്യേ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ പിന്നെ AK-47 ഉണ്ട്. ഇത് വെച്ചിട്ട് എല്ലാത്തിനും തീർത്തളയാം. എടാ ജാക്കേ, നീ നമ്മളെ വെടിയേക്കാറിയില്ലേ? അതെ, നിന്നെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവാ. ആ ചെക്കനും അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ഓ പിന്നെ, നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ നമ്മളെ അറസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഒരാളിനെയും ബാക്കി വെച്ചില്ല. എടാ ഷിൻചാനെ, വായോ, നമുക്കിനി പോയിട്ടേ ആ മോട്ടുവിൻ്റെ വണ്ടിയുടെ ഡെലിവറി എടുക്കാം. ഇതാണ് മോട്ടുവിൻ്റെ സ്പെഷ്യൽ കാറ്. ഈ കാറ് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് പിന്നെ ആ പട്ലുവിൻ്റെ കാറ് പോലെയാ. ഇതും സിംഗിൾ സീറ്ററാ. എടാ ഷിൻചാനെ, ഒരു കാര്യം ചെയ്യ്. നീ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് വായോ. ഞാൻ ഈ കാറേ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മോട്ടുപട്ലു വന്നാലേ അവർക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആവും, അതുറപ്പാ. ഈ കാറ് പിന്നെ മോഡിഫൈ ചെയ്യണ്ട. ഇത് ഓൾറെഡി ഒരു മോഡിഫൈഡ് കാറാ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഇതെന്തത് ഇവിടെ സ്റ്റക്കായില്ലോ. എടാ, മുമ്പിലേക്ക് പോകാൻ വഴിയില്ല.
നമുക്ക് സൈഡിൽ കൂടെ പോവാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറ് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഇതെന്തത്, മോട്ടുവിൻ്റെ കാറ് ചെറുതായ? ആ, അതിപ്പോൾ സീനില്ല. ചെറിയ കാറാണ് ഓടിക്കാനായിട്ട് സുഖം. ജാക്കണ്ണ, അതെ, ആ മോട്ടുപട്ലു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് സ്റ്റേഷനിൽ എത്താറായിന്ന്. നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോവല്ലേ? ആടെ ഷിൻചാനെ, നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോവാം. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഏയ്, ഇവിടെ ഒരു ട്രെയിനൊക്കെ പോകണ്ടല്ലോ. എടാ ഷിൻചാനെ, എനിക്ക് തോന്നണതേ മോട്ടുപട്ലു ഇങ്ങോട്ടേക്ക് വന്നു എന്നാ. അവർ മിക്കവരും പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യണ്ടാവും. നമ്മൾ പിന്നെ സ്റ്റേഷനിലെത്തി. എവിടെ മോട്ടുപട്ലു? ഏയ്, മോട്ടുപട്ലു ഇവിടെ ഇല്ലേ? ഇവിടെ എനിക്ക് മോട്ടുപട്ലുവിനെ കാണാനില്ല. ജാക്കണ്ണ, എനിക്ക് തോന്നണതേ അവര് അടുത്ത ട്രെയിനിലാണ് വരാന്ന്. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ആടെ ഷിൻചാനെ, അവര് വരണവരെ വെയിറ്റ് ചെയ്യാം. A few moments later. ഓക്കെ, ഇവിടെ എങ്ങനെ ട്രെയിനൊക്കെ വന്നേക്കാ. ഈ ട്രെയിൻ പിന്നെ അരമണിക്കൂറാ ലേറ്റ്. മോട്ടുപട്ലു ഈ ട്രെയിനിലില്ലേ? മോട്ടുപട്ലുവിനെ കാണാനില്ല. എടാ ജാക്കേ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എടാ, ഈ ട്രെയിന് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് വരാൻ നേരം വൈകി. ആടെ മോട്ടു, അത് കുഴപ്പമില്ല. അതെനിക്കറിയായിരുന്നു ഈ ട്രെയിൻ അരമണിക്കൂർ ലേറ്റാന്ന്. എന്തെങ്കിലും ആവട്ടെ. അതെ, എല്ലാവരും വന്ന് വണ്ടിയിൽ കയറ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. മോട്ടുപട്ലു, ഇതാണ് എൻ്റെ വീട്. ഇത് പിന്നെ കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടേ സ്പെഷ്യലായിട്ട് വണ്ടിക്ക് അറേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട്, നൈസായില്ലേ? എടാ ജാക്കേ, ഇതെന്തത്? ഇത് കൊള്ളാലോ. കറക്റ്റ് എൻ്റെ ഷേപ്പിലാ ഈ വണ്ടി. അതെ, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. എടാ പട്ലു, നീ നിന്റെ കാർ എടുത്തോണ്ട് പോവാ. ഈ കാറിൽ പിന്നെ ഒരു സീറ്റുള്ളോ. ഗൈസ്, ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഓടിക്കാനേ നല്ല രസമുണ്ട് കേട്ടാ. ഒരു എക്സ്ക്യൂ ഇല്ല. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.